നാട് കണ്ടിട്ടില്ലാത്ത വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. വയനാടിനെ പുനർനിർമ്മിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായങ്ങൾ എത്തുന്നുണ്ട്. വളരെ സന്തോഷം തോന്നിയ ഒരു സഹായം. പാലക്കാടുള്ള 2 കുട്ടികൾ, അവർ പാലക്കാട് ഉമ്മിനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. സജിനും ഇഷാനും രണ്ടുപേരും ചേർന്ന് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടി അവരുടെ കുഞ്ഞു കുടുക്കയിൽ സ്വരൂപിച്ചിരുന്ന തുക കഴിഞ്ഞ ദിവസം കൈമാറുകയുണ്ടായി. ആ കുട്ടികളും അവരുടെ പിതാവൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. ഏത് സാഹചര്യത്തിലാണ് നിങ്ങളിങ്ങനെ പൈസ കൊടുക്കാൻ തീരുമാനിച്ചത്? അതായത് അച്ഛൻ വന്ന് പറഞ്ഞു, ഇങ്ങനെ പാലക്കാട് ഓലോക്കോട് മറ്റേതിന് സമിതിയിൽ നടക്കേണ്ട ഒരു പരിപാടി നടക്കേണ്ടി വരും. അപ്പോൾ ഞാനും അനിയനും കൂടി തീരുമാനിച്ചു, എന്തായാലും അത് ഇല്ലാത്തവർക്കായിട്ട് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു. ലാപ്ടോപ്പ് പിന്നെ മേടിക്കാൻ തീരുമാനിച്ചു. ലാപ്ടോപ്പ് എപ്പോഴാണെങ്കിലും മേടിക്കാമല്ലോ, ഇല്ലാത്തവർക്കല്ലേ ആദ്യം കൊടുക്കേണ്ടത്. ചേട്ടത് പറയുമ്പോൾ നിനക്ക് എന്താ തോന്നിയത്? അപ്പോൾ ഏട്ടൻ എന്തായാലും കൊടുക്കാൻ തോന്നിയപ്പോൾ ഞാനും കൊടുക്കാൻ വേണ്ടി എനിക്കും തോന്നിയപ്പോൾ ഞാനും കൊടുത്തു. കുട്ടികളിങ്ങനെ പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾക്ക് ആദ്യം തോന്നിയത്? എന്താണ്? ഞാൻ സമിതിയുടെ ഒരു ഗ്രൂപ്പിൽ വന്നത് ഇവർ കാണലുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് ഞാൻ വരിക, ഷോപ്പിൽ നിന്നോട്ട് വരുമ്പോൾ ഇവർ വന്നത് എന്നോട് ചോദിച്ചത്, ഇങ്ങനെ ഞങ്ങൾ ലാപ്ടോപ്പിന് സ്വരൂപിച്ച പൈസ വയനാട് ദുരിതത്തിൽ കഴിയുന്ന ആളുകൾക്ക് സഹായിക്കുന്നതിന് വേണ്ടി നൽകിക്കോട്ടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ മാസങ്ങളോളം സൂക്ഷിച്ച് വെച്ച പണം പെട്ടെന്ന് കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. താങ്കൾ കൊടുക്കണ പൈസ തന്നെയല്ലേ? താങ്കളും ബന്ധുക്കളൊക്കെ കൊടുക്കണം? ബന്ധുക്കളെല്ലാവരും പല കാര്യങ്ങൾക്കായി കൊടുത്ത പൈസ അവർ ചിലവഴിക്കാതെ ലാപ്ടോപ്പ് വാങ്ങിക്കാനുള്ള ഒരു ആവശ്യമായിട്ട് സൂക്ഷിച്ച് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. അവർക്ക് ഈ കുഞ്ഞു മനസ്സിൽ ഈ തന്നെ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യാൻ താല്പര്യം കണ്ടപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടായി. പെരുന്നാൾ പൈസയൊക്കെ ആയിട്ട് കിട്ടിയതായിരിക്കും അല്ലേ? ആ പെരുന്നാൾ പൈസയും പിന്നെ അച്ഛൻ വൈകുന്നേരം കടയിൽ നിന്ന് വരുമല്ലോ, അപ്പോൾ ചില്ലറ പൈസ ഉണ്ടാവും. അപ്പം അച്ഛനെടുത്ത് തരും ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ അതിങ്ങനെ കൂട്ടിച്ച് ആയി. എന്തായാലും അത് എത്ര തുക എന്നുള്ള ഒന്നല്ല അതിൻ്റെ കാര്യം. അങ്ങനെ കൊടുക്കാൻ ഈ കുട്ടികൾ കാണിച്ച മനസ്സ്, അതിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്, മാതൃകയാക്കേണ്ടത്. എല്ലാം മറന്നുകൊണ്ട് നമ്മൾ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്കായി കൈകോർക്കുക തന്നെ വേണം. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും CMDRFലേക്ക് സഹായങ്ങൾ എത്തണം. അത് പണമാണ് നൽകുന്നതെങ്കിൽ അത് നൽകേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി തന്നെയാണ്. നേരിട്ട് നൽകാമെന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാകും. ആ കാര്യങ്ങളിൽ ഒരു ജാഗ്രത നമ്മൾ വയ്ക്കുകയും വേണം. പാലക്കാട് നിന്ന് രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24.